നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ട ചില അനർത്ഥങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില രോഗങ്ങൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ദൈവം എന്ത് ചെയ്യും? അപ്പുറത്തിങ്ങനെ തടഞ്ഞു നിർത്തും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല, അത് അവിടെ അങ്ങനെ നിൽക്കുകയുള്ളൂ. അത് സത്യമാണ്. ഞാൻ ആ വാക്യം വായിക്കാം. സനുപത് വായിച്ചേ, 16-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചേ. അനന്തരം മോശ അഹറോനോട് പറഞ്ഞു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക. ഇതെല്ലാം ശ്രദ്ധിക്കണം. ഇസ്രായേൽക്കാരോട് പോയി പറ, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവിൻ. നിങ്ങൾ ദൈവസന്നിധിയിൽ അവിടെ ഇവിടെ എല്ലാം നിൽക്കാതെ ദൈവസാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് അടുത്തു വരണം. അങ്ങനെ അടുത്തു വന്ന് സന്ധ്യയായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി. രാവിലെ പാളയത്തിനു ചുറ്റും മഞ്ഞു വീണ് കിടന്നിരുന്നു. അന്ന് രാത്രിയിൽ എങ്ങനെയായി മഞ്ഞ് അവിടെ വന്നേ? നമുക്കറിയാം, നമ്മൾ മീനും ഇറച്ചിയൊക്കെ മേടിക്കാൻ പോകുന്ന മാർക്കറ്റിൽ ഐസ് ഇട്ടാ വച്ചിരിക്കുന്ന എല്ലാം. എന്തിനാ അതങ്ങനെ വച്ചിരിക്കുന്നത്? കേടായി പോകാതിരിക്കാൻ. ഇപ്പൊ കാടപ്പക്ഷികളെല്ലാം ഏതിനകത്താണ് സേഫ് ആയിട്ടിരിക്കുക? ചെയ്യാതിരിക്കുക. നമുക്കുള്ളതിനെയും ദൈവം ഇതുപോലെ ശ്രദ്ധിച്ച് കരുതി എവിടെയൊക്കെയോ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ.